12-ാം തീയതിയാണ് തന്റെ സ്വപ്ന സാക്ഷാത്കാരം പൂവണിയാൻ പോകുന്നത്. രാജ്യത്ത് തന്നെ മികച്ച ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടിന്റെ തലപ്പൊക്കമായി മാറിയ കോൺഗ്രസിനെ തുറന്നു കാണിച്ച് സന്തോഷം അറിയിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഇത് ഓരോ സാധാരണക്കാരനായ കോൺഗ്രസുകാരനും വേണ്ടി എന്ന് പറഞ്ഞ് ഷാഫി ഓരോന്നോരോന്നായി കാണിക്കുമ്പോഴാണ് രാജ്യത്ത് തന്നെ മികച്ച ഒന്ന് കോഴിക്കോട് എന്ന് അഭിമാനം കൊള്ളാൻ സാധിക്കുന്നത്. ലീഡർ കരുണാകരന്റെ പേരോടുകൂടിയ കോൺഗ്രസിന്റെ DCC മന്ദിരമാണിപ്പോൾ ഷാഫി തുറന്നു കാണിക്കുന്നത്. ഈ മന്ദിരത്തിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. കോഴിക്കോട്ടെ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിച്ച, ഏറെ നാള് സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനോട് അടുക്കുകയാണ്. 12-ാം തീയതി കാലത്ത് 11 മണിക്ക് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. എത്രയോ കാലങ്ങളായി പരിമിതമായ സൗകര്യങ്ങൾ കഴിഞ്ഞിരുന്ന കോഴിക്കോട്ടെ DCC ഓഫീസ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ മഹാനായ ലീഡർ K കരുണാകരൻ മന്ദിരം, ലീഡറുടെ പേരിൽ ഇത്രയും സൗകര്യമുള്ള ഓഫീസ് രാജ്യത്ത് തന്നെ മികച്ച DCC ഓഫീസുകളിൽ ഒന്നായി കോഴിക്കോട്ടെ DCC ഓഫീസ് മാറുകയാണ്. പര്യായങ്ങളില്ലാത്ത ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി സാറുടെ പേരിലുള്ള ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പരിപൂർണ സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഈ ഓഫീസ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഓഫീസ് ജസ്റ്റ് ഒന്ന് കാണാം. ഞങ്ങൾക്കും ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കോട് നിന്നുള്ള 3 MP-മാര്, മാഡം പ്രിയങ്ക ഗാന്ധിജിയുടെ, അതുപോലെ തന്നെ രാഘവേട്ടന്റെ അടിയിലുണ്ട്. ഫോമർ DCC പ്രസിഡന്റ്സിനുള്ള സ്പേസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. സിറിയക് ജോൺ അവറുകളുടെ പേരിൽ ദളിത് കോൺഗ്രസിന്, സേവാദൾ INDC-ക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും സെൽസിനുള്ള സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് കോൺഫറൻസ് റൂമും അതിന്റെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. ലീഡറും സാറും കൂടി ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രവും നമുക്ക് കാണാൻ പറ്റും. സിറിയക് ജോൺ അവറുകളുടെ പേരിലാണ്. രാജീവ് മാസ്റ്റർ, മുൻ DCC കുറിച്ച് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാജീവ് മാസ്റ്റർ പേരിൽ DCC ഓഫീസ് ബെയറേഴ്സിന്റെ റൂമാണ്, സ്പേസ് ആണ് അടുത്ത് നമ്മൾ കാണുന്നത്. ജനവാൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ എഴുത്തും വായനയൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ലൈബ്രറിയും റീഡിംഗ് റൂം, അതും ലൈബ്രറി വെറുതെ സ്പേസ് മാത്രമല്ല, പുസ്തകങ്ങൾ ഉൾപ്പെടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നിരവധി പുസ്തകങ്ങൾ ഇതിനു വേണ്ടി DCC കണ്ടെത്തിയിട്ടുണ്ട്. DCC-ക്ക് ഇനി പുതിയ പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാകാം. വിപുലമായ ഒരു കളക്ഷൻ പുസ്തകങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. റീഡിംഗ് റൂമും സ്പേസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഈ ഓഫീസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയ സ്പേസിൽ ഏറ്റവും ഉപകാരപ്രദമാകാൻ പോകുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. BP കുഞ്ഞിരാമക്കുറുപ്പ് സ്ക്വയർ ആണിത്. KPC ഓഫീസ് ബെയറേഴ്സിന്, പിന്നെ ഇവിടെ നിന്നുള്ള KPC വർക്കിംഗ് പ്രസിഡന്റ് സിദ്ദീഖ് MLA ആളുകൾക്ക്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി JNJPM നിയാസിൻ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള KPC ഓഫീസ് ബെയറേഴ്സിനുള്ള സ്പേസും നമ്മുടെ ഓഫീസിന്റെ ഭാഗമായിട്ടുണ്ട്. EP അച്ചുകുട്ടി നായർ സ്ക്വയർ ആണ്. ഇവിടെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഏത് സാധാരണ KSU കൊടി പിടിക്കുന്ന പ്രവർത്തകർക്കും വലിയൊരു അംഗീകാരമാണ് നമ്മുടെ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ്. പ്രിയപ്പെട്ട VT സൂരജിന്റെ പേരൊക്കെ വെച്ച് പ്രസിഡന്റ് KSU ജില്ലാ പ്രസിഡന്റിന്റെ പേര് വെച്ചിട്ടുള്ള ഓഫീസ് സ്പേസ് പിന്നെ DC ഓഫീസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. പാർട്ടി
ASU യൂത്ത് കോൺഗ്രസിന് കൊടുക്കുന്ന പരിഗണന എത്ര അനിവാര്യമാണെന്ന് നമുക്കറിയാം. OICC ഇൻകാസ് പ്രവാസി സംഘടന OICC ഇൻകാസ് നമുക്കറിയാം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ രാജ്യങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. നിരവധി സേവന പ്രവർത്തനങ്ങളും സജീവമായി പാർട്ടിക്കൊപ്പം അവർക്കുള്ള സ്പേസും ഇവിടെ റെഡിയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പിന്നെ ഞാൻ പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഈ സ്പേസ് കാണുമ്പം അതിയായിട്ടുള്ള അഭിമാനവും സന്തോഷവും ഉണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും ASU ഒക്കെ DCC ഓഫീസിന്റെ നിർമ്മാണത്തിലേക്കുള്ള അവരെ കൊണ്ടാവുന്ന വിധമുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടാണ് വരുന്നത്. അവർക്കുള്ള സ്പേസ് ആര്യടൻ സാറുടെ ചിത്രം ഇവിടെ ഉണ്ട്. ഭാരത് ജോഡോ യാത്ര മഹിളാ കോൺഗ്രസിന്റെ സ്ക്വയർ ആണ്. MT പത്മ അവറുകളുടെ പേരിലാണ് ഇത് മഹിളാ കോൺഗ്രസ് ഓഫീസ്. അതുപോലെ തന്നെ UDF ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് ഓഫീസ് ഉണ്ട്. M കമലം അവറുകളുടെ പേരിൽ KPC മെമ്പേഴ്സിന്റെ സ്പേസ് ഉണ്ട്. മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ശങ്കരൻ വക്കീലിന്റെ പേരിൽ ഒരു സ്പേസ്, അഡ്വക്കേറ്റ് P ശങ്കരൻ മെമ്മോറിയൽ മിനി ഓഡിറ്റോറിയം, ഓഫീസ് ബെയറേഴ്സ് മീറ്റിംഗും പോഷക സംഘടനകളുടെ മീറ്റിംഗും ഒക്കെ നടത്താൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി സെൻട്രലൈസ്ഡ് AC സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ശങ്കരൻ വക്കീലിന്റെ പേരിലുള്ള മിനി ഓഡിറ്റോറിയം. ഡോക്ടർ KG അടിയോടിയുടെ പേരിലുള്ള റിസർച്ച് സെന്റർ ആണ് DCC ഓഫീസിൽ മറ്റൊരുക്കിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം. NP മൊയ്തീൻ സാഹിബിന്റെ പേരിലാണ് ഓഫീസ് കോംപ്ലക്സ്. K സാദരിക്കോയ അവരുടെ പേരിൽ മീഡിയ സെന്ററും അതുപോലെ തന്നെ സ്റ്റുഡിയോ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്യാൻ പോവാണ്. അതിനുള്ള സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പത്രസമ്മേളനമൊക്കെ ഈ ഹാളിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലോഗോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്തത്. AICCയുടെ ആദ്യ യോഗത്തിന്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എന്ന് പറയുമ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോലും പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്കാണ് ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി, പാർട്ടിയുടെ ഓരോ പോഷക സംഘടനകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ടൽസിന് വേണ്ടി, KPCC, അതുപോലെ തന്നെ UDF മുഴുവൻ സംവിധാനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. KC അബുക്കാട സമയത്ത് ഈ ഓഫീസിന്റെ സ്ഥലം ഏറ്റെടുത്ത് ഉൾപ്പെടെയുള്ള നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തി. അതിന് കൃത്യമായ തുടർച്ച ഇതുപോലൊരു ഓഫീസ് കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകർക്ക് സാധ്യമാക്കുമ്പോൾ അതിന്റെ മുന്നിലും പിന്നിലും നടുവിലും ഒക്കെ പ്രവർത്തിച്ച ആളാണ് കോഴിക്കോട്ടെ DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ. അദ്ദേഹത്തിന്റെ സ്പേസ് ആണ്, DCC പ്രസിഡന്റിന്റെ സ്പേസ് ആണ്. അതൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ സ്പേസ് ആണ്. അപ്പോൾ DCC പ്രസിഡന്റിന്റെ കൂടെ തന്നെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ തുറന്ന മനസ്സോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്ത് ഇതുപോലെ പരിപൂർണ സൗകര്യങ്ങളോടുകൂടിയുള്ള DCC ഓഫീസുകൾ പരിമിതമായി. അത്രയും നല്ല ഒരു ഇനീഷ്യേറ്റീവിന്, എഫേർട്ടിനും സ്വപ്നം സാക്ഷാത്കരിച്ചത് കോഴിക്കോട്ടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരിട്ടു.